ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാമിനേഷൻസിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് റേഞ്ച് എത്രയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം പോളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് പറയുന്നത്. ഇതൊന്നും പ്രഡിക്ഷൻസ് അല്ല, ഇതെല്ലാം നിങ്ങൾ തന്നെ പോൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഏകദേശം വരാൻ പോകുന്ന ഒരു മാർക്ക് റേഞ്ച് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഇതുപോലുള്ള വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ കൂടി എത്തിച്ചു കൊടുക്കാനായിട്ടും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഫൈനൽ ആൻസർ കീ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് 26% ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള 30-40% മാർക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ 30-40 ആ ഒരു റേഞ്ചിലാണ് WCPOയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നിട്ടുള്ള മാർക്ക്. ഇത് ഏകദേശം 27,000 പേര് വോട്ട് ചെയ്തിട്ടുള്ള ഒരു പോളാണ് ഈ സാധനം എന്ന് പറയുന്നത്. അതിൽ തന്നെ 30-40 ആ ഒരു റേഞ്ചിനകത്ത് 26%, 40-50 റേഞ്ചിനകത്ത് ഒരു 16% കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കട്ട് ഓഫിൻ്റെ ആ ഒരു മാർക്ക് റേഞ്ച് അല്ലെങ്കിൽ വന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു 45-55 ആ ഒരു ലെവലിലേക്ക് പോകും. കാര്യം WCPO പരീക്ഷ വലിയ കുഴപ്പമില്ലാത്ത പരീക്ഷയായിരുന്നു. സാമാന്യം നമുക്ക് ഒരു 50 ആ ഒരു അല്ലെങ്കിൽ 50 അടുപ്പിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 45, 50, 55 ആ ഒരു റേഞ്ച് നമുക്ക് മാർക്ക് റേഞ്ച് ആയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും പ്രഡിക്ഷൻ അല്ല, ഇതൊന്നും കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, നിങ്ങൾ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മാർക്ക് റേഞ്ച് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 26% പേർക്കാണ് നമ്മുടെ 30-40 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളത്. പിന്നെ ഏകദേശം 16% ആൾക്കാർക്ക് 40-50 റേഞ്ചിനകത്തും പോകുന്നുണ്ട്. എന്തായാലും 50-ന് മേലോട്ടൊന്നും കട്ട് ഓഫ് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. 50-ന് മേലോട്ടൊന്നും പോകത്തില്ല. എന്തായാലും നിങ്ങൾക്കൊരു 50 മാർക്ക്, ആ ഒരു 50 മാർക്ക് ചുറ്റിപ്പറ്റിയുള്ള മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 40-45-ന് മേലേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സേഫ് സോൺ ആണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഒരു 45-ന് മേലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സേഫ് സോൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് WCPOയുടെ കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് CPOയുടെ ആണ്. നമുക്കറിയാം CPO ഏകദേശം ഒരു 7 ബറ്റാലിയൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. KP 1, 2, 3, 4, 5, പിന്നെ നമ്മുടെ SAPയും MSPയും. അപ്പോൾ ഓരോ ബറ്റാലിയനായിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും നമ്മൾ പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പോളിലേക്ക് കിടക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ KP 1 കേട്ടോ, KP 1 എന്ന് പറയുന്ന നമ്മുടെ ബറ്റാലിയനിലേക്കുള്ള മാർക്കിൻ്റെ റേഞ്ചാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഏകദേശം 30-40 ആ ഒരു റേഞ്ച് തന്നെയാണ് KP 1-ലും വന്നിട്ടുള്ളത്. 9% പേര് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, 40-ന് മേലോട്ട് മാർക്ക് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞിട്ട് നമുക്ക് 40-50 ആ റേഞ്ച് അങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല. ഒരു 45 റേഞ്ച് തന്നെ ആയിരിക്കണം നമ്മുടെ KP 1-ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷ എഴുതിയവർക്ക് ഒരു 40-ന് മേലെ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, 40 മറ്റേ നമ്മുടെ വിമൻ WCP ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അതുകൊണ്ട് എന്തായാലും കട്ട് ഓഫ് ഒരു പൊടിക്ക് മേലോട്ട് നിൽക്കും. പക്ഷേ നമ്മുടെ വരുമ്പോഴത്തേക്കും KP 1, 2, 3 എന്ന് പറയുന്ന ഒരു ബറ്റാലിയൻ വൈസിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ എന്തായാലും കട്ട് ഓഫിന് അതിനനുസരിച്ചുള്ള കുറവുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. പിന്നെ ഇതിനെല്ലാം ഫിസിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് വലിച്ചു കൂട്ടാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ KP 1-ൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 17% പേർക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 30-40 മാർക്ക് റേഞ്ചാണ്. അതുപോലെ തന്നെ KP 2-ൻ്റെ കേസ്, KP 2-ലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം 17% പേർക്ക് 30-40, 12% പേർക്ക് 40-50 ആ ഒരു റേഞ്ചിലോട്ട് പോകുന്നുണ്ട് മാർക്ക്. കണ്ടോ, മാർക്കിന് വന്ന ചെറിയൊരു വ്യത്യാസം കണ്ടോ. ഏകദേശം 40-50 ആ ഒരു റേഞ്ചിലോട്ട് നമ്മുടെ KP 2-ൽ വരുമ്പോഴത്തേക്കും മാർക്ക് മാറുകയാണ് അല്ലേ. അടുത്ത KP 3-ലേക്ക് പോകുമ്പോൾ നോക്കിയേ, ഏകദേശം 18% പേർക്ക് 30-40 എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത് 30-40 അതാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ആവറേജ് റേഞ്ച് 30-40 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 40-ന് മേലോട്ട് വന്നിട്ടുള്ള ഏകദേശം 11% പേർക്കാണ് 40-50 ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ KP 4-ൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും 30-40% മാർക്ക് വന്നിട്ടുള്ളത് 30-40 ആ റേഞ്ചിൽ വന്നിട്ടുള്ള ഏകദേശം 17% പേർക്കാണ്. 40-50 ആ റേഞ്ചിൽ വന്നിട്ടുള്ള ഏകദേശം 11% പേർക്കാണ്. എന്നാലും KP 5-ൻ്റെ കേസ് വരുമ്പോഴത്തേക്കും അത് 18-10 എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ 30% അല്ലെങ്കിൽ 30-40 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, KP 1-നും അതേ കാര്യമാണ് 18, KP 2-നും 17, KP 3-ൽ കണ്ടല്ലോ, KP 3-ൽ 18%, അല്ലെങ്കിൽ നമ്മുടെ KP 4-ൽ 17%,
KP5 എത്രയാണ്? KP5 18%. SAPയിലേക്ക് വരുമ്പോൾ കണ്ടോ, SAPയിൽ അത് കുറച്ച് കുറവാണ്. SAPയിൽ വരുമ്പോഴത്തേക്കും 16% പേർക്ക് 30-40, 40-50 റേഞ്ച് വരുന്ന ഏകദേശം 11% ആൾക്കാർക്കുമാണ്. അപ്പോൾ SAPയിൽ കുറച്ച് കുറവുണ്ട് എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. 30-40 16% പേർക്കും 40-50 11% പേർക്കും നമ്മുടെ SAPയിൽ മാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ MSBയിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MSBക്കും SAPക്കും ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ പോളിംഗ് വന്നിട്ടുള്ളത്. കണ്ടോ, 16 ഇവിടെയും 16, 40-50 ഇവിടെ MSBക്ക് 11, SAPക്ക് ഇത്ര തന്നെയാണ്, 11 തന്നെയാണ് അല്ലേ. MSBക്കും SAPക്കും അത് 11 തന്നെയാണ്. ബാക്കിയുള്ളത് ഏകദേശം ഒരുപോലെയാണ്. കണ്ടല്ലോ, 9%, 8%. MSBയിലേക്ക് വരുമ്പോഴത്തേക്കും 8ഉം 7ഉം ഏകദേശം ഒരുപോലെ തന്നെയാണ് നമ്മുടെ MSBയുടെയും SAPയുടെയും കേസ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ നിലവിലത്തെ ഈ ഒരു പോളിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. നിങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണത്, പോൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് ഒരിക്കലും നിങ്ങൾ കാണരുത്. ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല. നിങ്ങളുടെ മാർക്ക് റേഞ്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള പോളിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതായിരിക്കും നിങ്ങളുടെ മാർക്ക് റേഞ്ച്. അപ്പോൾ ഒരു സേഫ് സോൺ മാർക്കായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന മാർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ WCPയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 45 അല്ലെങ്കിൽ 47, 50 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴേ ഫിസിക്കൽ പോയി തുടങ്ങുക. അപ്പോൾ ഫിസിക്കൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഫിസിക്കലിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു അക്കാഡമിയുടെ കേസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ WCPയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ CPയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, മാർക്ക് റേഞ്ച് ഏകദേശം മനസ്സിലായില്ലേ. 30-40 എന്ന് പറയുന്നാൽ 35 മേലോട്ട് മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം കേട്ടോ. എന്ന് വെച്ചാൽ അത് ഏറ്റവും കുറഞ്ഞ മാർക്കാണ് 35 എന്ന് പറയുന്നത്. 35 താഴും, 35ലും താഴുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പോൾ എന്തായാലും 35 മേലോട്ട്, 35 ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. അതുവരെയൊക്കെ പോകുമെന്ന് എനിക്കറിയത്തില്ല. അതിന് മേലോട്ട് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എന്തായാലും 35 അല്ലെങ്കിൽ 40 മേലൊക്കെ മാർക്കുള്ളവർ പോലീസ് ജോലി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. അവസാനം കൊണ്ടിട്ട് ഓടാൻ നിന്നാൽ അതൊന്നും നടക്കത്തില്ല. അതൊന്നും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. കുറച്ചായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ ഫിസിക്കൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫിസിക്കലൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫിസിക്കലിൻ്റെ ഐറ്റംസ് എല്ലാം ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവർക്ക് ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏരിയയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിവിൽ പോലീസ് ഓഫീസർ WCPO ഒക്കെ പരീക്ഷ എഴുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസും ക്ലാസ്സുകളും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിലേക്ക് കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.